ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CFA ലെവൽ 1ന്റെ ഈ ഒരു ക്ലാസ്സസിലേക്ക് സ്വാഗതം. അപ്പം CFA ബുക്കിൽ എങ്ങനെയാണോ പോയിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ അവർ കവർ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്കറിയാം 10 ചാപ്റ്റർ ഉണ്ട് CFA ലെവൽ 1ൽ. അതിൽ ഫസ്റ്റ് വരുന്ന ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് ഓഫ് CFA ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ CFA ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. സോ ഇതിനൊരു നല്ല അടിത്തറ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ലെവൽ 2ലും ലെവൽ 3ലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എന്തിനേറെ പറയുന്നു, നിങ്ങൾ ഒരു ജോലിക്ക് കയറുമ്പോൾ അവിടെയും ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. സോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു അസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവിടെ വന്നിരിക്കുന്ന വ്യൂവേഴ്സിന് ഒരു ഫൈനാൻസിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ട്. എന്താണ് ഇക്വിറ്റി, എന്താണ് ബോണ്ട് മാർക്കറ്റ്, അങ്ങനെയുള്ള ഒരു ബ്രീഫ്, ഇൻഡെപ്ത് വേണ്ട ഒരു ബ്രീഫ് ഐഡിയ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ, നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും റിവ്യൂവും കിട്ടിയതിന് ശേഷം വലിയ വീഡിയോ ഉണ്ടാക്കാം എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്. എനിവേസ് ഇപ്പൊ ഞാൻ ടോപ്പിക് ബൈ ടോപ്പിക് ഓരോരോ വീഡിയോ ആക്കി പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് സെക്ഷൻ ആണ് റേറ്റ്സ് ആൻഡ് റിട്ടേൺസ്. അതൊരു ലേണിംഗ് മൊഡ്യൂൾ എന്നാണ് പറയുന്നത്, LM1. സോ അതിനകത്ത് എന്താ ഫസ്റ്റ് അവര് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാം, ഒരു ഫൈനാൻസിന്റെ ഒരു ബേസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റിന് 3 വിളിപ്പേരുകളിൽ അറിയപ്പെടും. ഒന്ന് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഒന്ന് ഡിസ്കൗണ്ട് റേറ്റ്, ഒന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സെയിം സാധനമാണ്, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിന് ഓരോ പേര് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആസ് എ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ? ആ പേര് പറയുന്ന പോലെ, ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ് ഈസ് എ റിട്ടേൺ റിക്വയർഡ് ബൈ യു ടു മേക്ക് എൻ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്ന് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന് മുകളിലോ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഉള്ള ഇതിനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പം എങ്ങനെയാണ് ഈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിലേക്ക് ടെക്നിക്കലി ഞാൻ എത്തിപ്പെടുന്നത് എന്ന് പറയുന്നത് CAPM അഥവാ CAPM എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വഴിയാണ്. അത് നമുക്ക് ഇക്വിറ്റീസ് ചാപ്റ്ററിൽ പഠിക്കാം. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്നാണ് അതിനറിയപ്പെടുന്നത്. അതുവഴിയാണ് ടെക്നിക്കലി ഞാൻ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കേണ്ടത്. ഇനി അതുവഴി നിങ്ങൾ 15% കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾ എപ്പോഴും 15%-മോ അതിൽ മുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ മാത്രമേ ഇടാവുള്ളൂ. അങ്ങനെ ചെയ്യുള്ളൂ കോമൺ സെൻസ് വെച്ചിട്ട്. സോ അതിന്റെ ഒരു ഇൻഫോഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 15%. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ രണ്ടാമത്തെ വിളിപ്പേരാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ that you use to arrive at the present value of a cash flow that is going to happen in the future. അതായത് നാളെ സംഭവിക്കാനിരിക്കുന്ന ക്യാഷ് ഫ്ലോ ഇന്ന് അതിന് എത്ര വിലയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിസ്കൗണ്ട് റേറ്റ് ആക്കി കണക്കാക്കി നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. സോ ഈ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ വെച്ചിട്ടാണ്. ഡിസ്കൗണ്ട് റേറ്റിലേക്ക് നമ്മൾ ടെക്നിക്കലി എത്തിപ്പെടുന്നത് WACC എന്ന് പറയുന്നത്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. WACC ഇസ് എ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദ ക്യാപിറ്റൽ പ്രൊവൈഡേഴ്സ്. അതായത് കടം തരുന്നവനും സ്വന്തമായി പൈസ ഇട്ടവനും ആവശ്യമുള്ള എമൗണ്ടിൽ അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് WACC. ഇപ്പൊ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ പൈസ ഇടും, വേറെ ഒരിടത്തു നിന്ന് ലോൺ എടുത്ത പൈസയും നിങ്ങൾ ഇടും. അപ്പൊ ലോൺ എടുത്തതിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ CAPM വഴി കിട്ടും. സോ ഈ ലോൺ എടുത്ത ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന്റെയും കൂടെ ഒരു മിക്സ് ആണ് ഈ WACC എന്ന് പറയുന്നത്. സോ ഈ WACC ആണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ അത് നാളെ സംഭവിക്കാനിരിക്കുന്ന ഒരു ക്യാഷ് ഫ്ലോ. ഇപ്പം നമ്മളെല്ലാവരും ഒരു ബിസിനസ് തുടങ്ങുന്നത് നാളെ ഇത്ര രൂപ കിട്ടും, മറ്റന്നാൾ ഇത്ര രൂപ കിട്ടും എന്നുള്ള പ്രൊജക്ഷൻസ് വെച്ചാണ്. അപ്പൊ ഈ പ്രൊജക്ഷൻസ് നാളുകളിൽ സംഭവിക്കുന്നതാണ്. അതിന് ഇന്ന് എത്ര വിലയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്തിനിത് എടുത്തെടുത്ത് പറയുന്നു എന്ന് വെച്ചാൽ, 100 രൂപ ഇന്ന്
1 ലിറ്റർ പെട്രോൾ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ നാളെ 100 രൂപയ്ക്ക് 1 ലിറ്ററിൽ താഴെ പെട്രോളേ കിട്ടുകയുള്ളൂ. അതേസമയം 2 വർഷം മുന്നേ 100 രൂപയ്ക്ക് 1-ൽ കൂടുതൽ ലിറ്റർ പെട്രോൾ നമുക്ക് കിട്ടുമായിരുന്നു. അതായത് നമ്മൾ 3 പോയിന്റ് ഓഫ് ടൈം എടുക്കുകയാണ്, ഇന്നലെ, ഇന്ന്, നാളെ. ഈ 3 പോയിന്റ് ഓഫ് ടൈമിലും 100 എന്ന് പറയുന്ന ആ എമൗണ്ടിന് പല പല വിലയാണ്. ഒരു സമയത്ത് 1 ലിറ്റർ, ഒരു സമയത്ത് 1 ലിറ്ററിൽ കൂടുതൽ പെട്രോൾ, ഒരു സമയത്ത് 1 ലിറ്ററിൽ താഴെ പെട്രോൾ. അതായത് ഒരേ ഡിനോമിനേഷന് പല വാല്യൂ ആണ് പല പോയിന്റ് ഓഫ് ടൈമിലുള്ളത്. അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ്സിൽ 1 വർഷം കഴിഞ്ഞ് 10 ലക്ഷം കിട്ടുമെങ്കിൽ അത് ഇന്നത്തെ വാല്യൂവിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ആണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ഇൻട്രസ്റ്റ് റേറ്റിന്റെ വേറൊരു വിളിപ്പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് യു ഫോർഗോ ടു ഇൻവെസ്റ്റ് ഇൻ അനദർ പ്രോജക്ട്. സോ ബേസിക്കലി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്നിപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാം. അപ്പം നിങ്ങൾ ആ സിനിമ ഉപേക്ഷിച്ച് ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നെങ്കിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ആ സിനിമ കാണുന്ന സമയമാണ്. അതായത് ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു സാധനം ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാക്രിഫൈസിനെയാണ് ഞാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി 100 രൂപ FD ഇട്ടാൽ എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 8% കിട്ടും. നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവന്റെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി 100 രൂപ ചോദിക്കുന്നു. അവന് നിങ്ങൾ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന FDയുടെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഐഡിയലി നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ എപ്പോഴാണ് പൈസ കൊടുക്കുന്നത്? ബാങ്കിൽ കിട്ടുന്ന FDയുടെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനും പൈസ എടുത്ത് കൊടുക്കത്തുള്ളൂ. കോമൺ സെൻസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാവുള്ളൂ. Ideally, you should invest in the startup only if it provides more than your required rate of return. So അതാണ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ മൂന്നാമത്തെ വിളിപ്പേരായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ നമ്മൾ ഒന്ന് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. 2 ഡിസ്കൗണ്ട് റേറ്റ്, നാളെ കിട്ടാൻ പോകുന്ന പൈസ ഇന്ന് എത്രയാണ് എന്നുള്ളത് ഡിസ്കൗണ്ട് റേറ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമ്മൾ ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി സാക്രിഫൈസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ്ലി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പല സമയത്തുണ്ടാകുന്ന ക്യാഷ് ഫ്ലോസിനെ ലിങ്ക് ചെയ്യിക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് USD ടു കറൻസി എക്സ്ചേഞ്ച് റേറ്റ് പോലെ തന്നെ ഒരു കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്താ ചെയ്യുന്നത്? പല രാജ്യങ്ങളിലുള്ള കറൻസിനെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കറൻസിയിലേക്ക് അത് കൊണ്ടുവരുന്നു. ഇപ്പം US ഡോളറോ ജാപ്പനീസ് യെന്നോ യൂറോപ്പിലെ യൂറോയിനെ എല്ലാം INR-ൽ കൊണ്ടുവരിക എന്ന ജോലിയാണ് എക്സ്ചേഞ്ച് റേറ്റ് ചെയ്യുന്നത്. അതേപോലെ നാളെ നടക്കാൻ പോകുന്ന ക്യാഷ് ഫ്ലോയും ഇന്നലെ നടന്ന ക്യാഷ് ഫ്ലോയും എല്ലാത്തിനെയും ഇന്നത്തെ എമൗണ്ടിൽ എത്രയാണ് എന്ന് കൊണ്ടുവരുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്യുന്നത്. സോ താങ്ക് യു.